അപ്പോൾ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും പുറത്തേക്കൊന്ന് ഇറങ്ങിയതാണ്. ചെറുതായിട്ട് തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വെറ്ററൊക്കെ എടുത്തിടാമെന്ന് തന്നെ വിചാരിച്ചു. അപ്പോൾ ഇന്നലെയൊക്കെ തന്നെ അതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നത് കാരണം എന്തായാലും എടുത്തിടാൻ പറ്റി. അപ്പം അങ്ങനെ പുറത്തിറങ്ങി ലൈറ്റ് ഇട്ടിട്ടായിരുന്നില്ല ആരും. അതിന് അവിടുത്തെ ലൈറ്റൊക്കെ ഇട്ടിട്ട് നേരെ പാർക്കിലേക്ക് വെച്ച് പിടിച്ചേക്കുവാണ്. കാരണം രാജശ്രീ ചേച്ചിയൊക്കെ ഇന്ന് ലീവ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ചേച്ചീനെ ഒന്ന് കാണണം, ചിങ്കിയെ ഒന്ന് കാണണം. അപ്പോൾ ചിങ്കിയൊക്കെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കണ്ടത് കാരണം അമ്പുന് ഭയങ്കര സന്തോഷമാവും. അവൻ്റെ കൂട്ടുകാരിയല്ലേ, അവനാകെയുള്ളൊരു കൂട്ടുകാരിയാണ് ചിങ്കി. അപ്പോൾ അവളെ കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവളുമായിട്ട് കുറച്ച് നേരം കളിച്ച് ചേച്ചീനോട് വർത്തമാനമൊക്കെ പറഞ്ഞ് നിന്നപ്പോഴത്തേനും ഉണ്ണിച്ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബൈക്കിന് കയറി തിരിച്ച് കോട്ടേഴ്സിലേക്ക് വന്നിട്ടുണ്ട്. ഉണ്ണിച്ചേട്ടൻ പുതിയ ഷൂ ഒക്കെ മേടിച്ചിട്ടും കാശൊക്കെ ആയിപ്പോയി. അപ്പോൾ എന്തായാലും തിരിച്ച് വന്നപ്പോൾ ഉണ്ണിച്ചേട്ടൻ ഇന്ന് പതിവില്ലാതെ കുറച്ച് സ്നാക്സൊക്കെ ആയിട്ടാണ് വന്നത്. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടം ഇങ്ങനെ വൈകിട്ട് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇന്ന് സ്നാക്സൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ എന്നെ സർപ്രൈസ് ചെയ്യുന്നു. പക്ഷേ ഉണ്ണിച്ചേട്ടൻ അങ്ങനെ ചെയ്യാറില്ല. ഇന്ന് എന്ത് പറ്റിയെന്നറിയില്ല. അപ്പോൾ പനീർ പക്കോട ഉണ്ടായിരുന്നു, പിന്നെ ഒരു സാധനം അതിൻ്റെ പേരെന്താ എനിക്കറിയില്ല. അതിൻ്റെ ഉള്ളിൽ ചപ്പാത്തിയാണ്, പുറത്ത് ചപ്പാത്തിൻ്റെ ഉള്ളിൽ മാഗി വെച്ചേക്കാണ്. എൻ്റെ അമ്മയെ കാശിന് കൊള്ളത്തില്ല ഈ സാധനം. പക്ഷേ പനീർ പക്കോട അടിപൊളിയായിരുന്നു. അപ്പം ഞാനും കൊച്ചും മുച്ചനും ഞങ്ങളെല്ലാവരും കഴിച്ചു. പനീർ പക്കോട ഞങ്ങൾ കഴിച്ചു. മറ്റേ ചപ്പാത്തീൻ്റെ കൊള്ളാത്ത സാധനം മുഴുവനും ഞാൻ ഉണ്ണിച്ചേട്ടനെ കൊണ്ട് തന്നെ കഴിപ്പിച്ചു. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ഉണ്ണിച്ചേട്ടനാണെങ്കിൽ ഉണ്ണിച്ചേട്ടൻ്റെ പുതിയ ഷൂ ഞങ്ങൾക്ക് കാണിച്ചു തരാണ്. അപ്പം കളറൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, നല്ല കളറൊക്കെ ആയിരുന്നു. പിന്നെ രാത്രിത്തേക്കിന് ഞാൻ ഓൾറെഡി ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഇറങ്ങിപ്പോയത്. കാരണം തിരിച്ചൊക്കെ വന്ന് പിന്നെ കിടന്നുണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ പിന്നെ ഞാൻ ചപ്പാത്തിയും കോളിഫ്ലവർ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പോയത്. പോയപ്പോൾ തന്നെ 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ടാറ്റാ.